ഈസി പോയിന്റിലേക്ക് ഏവർക്കും സ്വാഗതം. ICDS സൂപ്പർവൈസർ PSC എക്സാമിൻ്റെ സോഷ്യോളജി സിലബസ്, അതിൽ ടൈപ്പ് ഓർ ഫോംസ് ഓഫ് ഫാമിലി. ഇപ്പോൾ വിവിധ തരം കുടുംബങ്ങൾ. ഇപ്പോൾ ഫാമിലി ഈസ് ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് ബർത്ത്, സ്ട്രക്ചർ, ഡോമിനൻസ്, ഹൗസ്, മാരേജ്, എക്സെട്ര. ഇപ്പോൾ കുടുംബങ്ങളെ തരംതിരിക്കുന്നതിൻ്റെ അടിസ്ഥാനം ക്രൈറ്റീരിയയാണ് പറയുന്നത്. ജനനം, അല്ലെങ്കിൽ ഘടന, അല്ലെങ്കിൽ മേധാവിത്വം, അല്ലെങ്കിൽ താമസിക്കുന്ന വീടിൻ്റെ അടിസ്ഥാനത്തിൽ, വിവാഹബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് കുടുംബങ്ങളെ പല പേരുകളിൽ തരംതിരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ബേസ്ഡ് ഓൺ ബർത്ത്, ജനനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഫാമിലി ഓഫ് ഓറിയൻറ്റേഷൻ. ഫാമിലി ഓഫ് ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ജനിച്ച കുടുംബം, ജനിച്ചു വളർന്ന കുടുംബം. ദ ഫാമിലി ഇൻ വിച്ച് ആൻ ഇൻഡിവിജ്വൽ ഈസ് ബോൺ ഇൻ ഹിസ് ഫാമിലി ഓഫ് ഓറിയൻറ്റേഷൻ. അതാണ് ഫാമിലി ഓഫ് ഓറിയൻറ്റേഷൻ. ഇനി ഫാമിലി ഓഫ് പ്രൊക്രിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെയാണ് വിവാഹബന്ധത്തിലൂടെ ഒരു വ്യക്തി കടന്നു ചെല്ലുന്നത്. അവിടെയാണ് പ്രത്യുൽപാദന ധർമ്മം നടത്തുന്നത്, കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ വിവാഹം കഴിച്ച് ചെല്ലുന്ന വീട്, അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഫാമിലി ഓഫ് പ്രൊക്രിയേഷൻ. ഫാമിലി വേർ ആൻ ഇൻഡിവിജ്വൽ സെറ്റപ്പ് ആഫ്റ്റർ ഹിസ് ഓർ ഹെർ മാരേജ് ഈസ് ഹിസ് ഫാമിലി ഓഫ് പ്രൊക്രിയേഷൻ. ഇനി ഫാമിലി ഓഫ് ഓറിയൻറ്റേഷൻ ആൻഡ് ഫാമിലി ഓഫ് പ്രൊക്രിയേഷൻ ചിലപ്പോൾ ഒന്നിച്ചൊരു കൂരയ്ക്ക് കീഴെ താമസിക്കാം, ജനിച്ചു വളർന്ന വീട്ടിൽ തന്നെ. ഇപ്പം നമ്മൾ കൂട്ടുകുടുംബ വ്യവസ്ഥിതിയിൽ അമ്മാവൻ്റെ മകനെ കല്യാണം കഴിക്കുക, അല്ലെങ്കിൽ അമ്മാവൻ്റെ മകളെ കല്യാണം കഴിക്കുക, അങ്ങനെയൊക്കെ വരുമ്പോൾ അവർ രണ്ട് കൂട്ടരും അതൊരു കുടുംബം തന്നെയായിരിക്കും. ഫാമിലി ഓഫ് ഓറിയൻറ്റേഷനും ആൻഡ് പ്രൊക്രിയേഷൻ മേ ലീവ് ടുഗെദർ അണ്ടർ ദ സെയിം റൂഫ് ബട്ട് ക്യാൻ സ്റ്റിൽ ബി ഡിസ്റ്റിങ്വിഷ്. എന്നാൽ അതിങ്ങനെ വേർതിരിച്ച് പറയാനും കഴിയുന്നുണ്ട്. ഇനി വിവാഹബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുടുംബങ്ങളെ തരംതിരിക്കാം. മോണോഗമസ് ഫാമിലി, അതിൽ ഏക വിവാഹം, അതായത് അവിടെ ഒരു പങ്കാളിയെ, ജീവിത പങ്കാളിയെ ലൈഫ് പാർട്ട്ണറായിട്ട് തിരഞ്ഞെടുക്കുന്ന കുടുംബങ്ങളിൽ ആ ഒരു പങ്കാളിയും അവർക്കുണ്ടാവുന്ന മക്കളും മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള കുടുംബമാണ് മോണോഗമസ് ഫാമിലി. ദിസ് ഫാമിലി കൺസിസ്റ്റ് ഓഫ് വൺ ഹസ്ബൻഡ് ആൻഡ് വൈഫ്. അവിടെ ഒരു ഭർത്താവ്, ഭാര്യ, അവർക്കുണ്ടാവുന്ന മക്കൾ. ആ രീതിയിലായിരിക്കും ആ കുടുംബം സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള കുടുംബത്തെ മോണോഗമസ് ഫാമിലി എന്ന് വിളിക്കുന്നു. ഇനി പോളിജീനിയസ് ഫാമിലി. പോളിജീനി എന്ന് പറയുമ്പോൾ സ്ത്രീകളുടെ എണ്ണം, പോളിജീനസ് എന്ന് പറയുമ്പോൾ ഫാമിലി കൺസിസ്റ്റ് ഓഫ് ഒരു ഹസ്ബൻഡ്, അവിടെ ഭാര്യമാർ കൂടുതലുണ്ടായിരിക്കും. അപ്പോൾ ഒരു ഫാമിലി കൺസിസ്റ്റ് ഓഫ് വൺ ഹസ്ബൻഡ് ആൻഡ് മോർ ദാൻ വൺ വൈഫ്. ഒരു വൈഫ് ആയിരിക്കില്ല, ഒന്നിലധികം ഭാര്യമാരുണ്ടായിരിക്കും. രണ്ട് ഭാര്യമാരിലും മക്കളുണ്ടായിരിക്കും. അവരെല്ലാവരും കൂടി ഒന്നിച്ച് ജീവിക്കുന്നു. അങ്ങനെയുള്ള കുടുംബത്തെ പോളിജീനസ്, പോളിഗാമി എന്നാണ് പൊതുവായിട്ട് പറയുന്നത്. പക്ഷേ പുരുഷന്മാർ കൂടുതൽ ജീവിത പങ്കാളിയെ സ്വീകരിക്കുന്നുവെങ്കിൽ അതിനെ പോളിജീനസ് എന്നാണ് വിളിക്കുന്നത്. ദിസ് ടൈപ്പ് ഓഫ് ഫാമിലി ഹാസ് ഇറ്റ്സ് ബേസിസ് ഇൻ ദ പോളിജീനസ് ഫോം ഓഫ് മാരേജ്. ഇനി പോളിയാൻഡ്രസ് ഫാമിലി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഭാര്യ, അവിടെ ഭർത്താക്കന്മാരായിരിക്കും എണ്ണത്തിൽ കൂടുതൽ. ഫാമിലി മെയ്ഡപ്പ് ഓഫ് വൺ വൈഫ് ആൻഡ് മോർ ദാൻ വൺ ഹസ്ബൻഡ്. ഭർത്താക്കന്മാരുടെ എണ്ണം കൂടുതലായിരിക്കും. അതിലുണ്ടാവുന്ന കുഞ്ഞുങ്ങളും എല്ലാം ഒന്നിച്ച് ജീവിക്കുന്ന ആ കുടുംബത്തെ പോളിയാൻഡ്രസ് ഫാമിലി എന്ന് വിളിക്കുന്നു. ഇനി കുടുംബത്തിൻ്റെ അടിസ്ഥാനത്തിൽ, വീടിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കുടുംബങ്ങളെ തരംതിരിക്കാം. ഫാമിലി ഓഫ് മാട്രിലോക്കൽ റെസിഡൻസ്, അതായത് അമ്മയുടെ വീട്ടിൽ അമ്മാവനോടൊപ്പം വളരുന്നതിനെ ആണ് മാട്രിലോക്കൽ ഫാമിലി എന്ന് വിളിക്കുന്നത്. വെൻ എ കപ്പിൾ സ്റ്റേസ് ഇൻ വൈഫ്സ് ഹൗസ് ദ ഫാമിലി ഈസ് നോൺ ആസ് ഫാമിലി ഓഫ് മാട്രിലോക്കൽ റെസിഡൻറ്റ്. ലോക്കൽ എന്ന് പറയുമ്പോൾ റെസിഡൻസുമായി കണക്ട് ചെയ്തിട്ടാണ് ലൊക്കാലിറ്റി. ഇനി പാട്രിലോക്കൽ റെസിഡൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അച്ഛൻ്റെ വീട്ടിൽ വളരുന്നതിനെ, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടിൽ പോയി ഭാര്യ താമസിക്കുന്നു, അവിടെ കുഞ്ഞുങ്ങൾ വളരുന്നതിന്. വെൻ എ ഫാമിലി സ്റ്റേസ് ഇൻ ദ ഹൗസ് ഓഫ് ഹസ്ബൻഡ് ദ ഫാമിലി ഈസ് നോൺ ആസ് ഫാമിലി ഓഫ് പാട്രിലോക്കൽ റെസിഡൻസ്. ദാറ്റ് ഈസ് നോൺ ആസ് പാട്രിലോക്കൽ ഫാമിലി.
ഇനി ഫാമിലി ഓഫ് ചേഞ്ചിങ് റെസിഡൻസും ഉണ്ട് കേട്ടോ. അപ്പോൾ വെൻ എ ഫാമിലി സ്റ്റേസ് ഇൻ ദ ഹസ്ബൻഡ്സ് ഹൗസ് ഫോർ സം ടൈം, കുറച്ച് നാൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ താമസിക്കുന്നു, കുറച്ച് നാൾ കഴിയുമ്പോൾ ഭാര്യയുടെ വീട്ടിലേക്ക് മാറുന്നു, സ്റ്റേസ് ദെയർ ഫോർ എ പീരീഡ് ഓഫ് ടൈം ആൻഡ് ദെൻ മൂവ്സ് ബാക്ക് ടു ഹസ്ബൻഡ്സ് പാരൻസ്. അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ മാറി മാറി താമസിക്കുന്നതിനെ ഫാമിലി ഓഫ് ചേഞ്ചിങ് റെസിഡൻസ് എന്ന് പറയുന്നു. ഇനി മറ്റൊന്ന് നിയോ ലോക്കൽ ഫാമിലിയാണ്. അതായത് ഭർത്താവിൻ്റെ വീട്ടിലും താമസിക്കുന്നില്ല, ഭാര്യയുടെ വീട്ടിലും താമസിക്കുന്നില്ല. അവർ ഒരു പുതിയ വീട് വാടകയ്ക്ക് എടുക്കുകയോ അല്ലെങ്കിൽ പണിയുകയോ ചെയ്യുന്നു. ദർ ഈസ് വേർ ദ കപ്പിൾ ഫൈൻഡ്സ് ദെയർ ഓൺ ഹൗസ് ഇൻഡിപെൻഡൻറ്റ് ഫ്രം ഓൾ ഫാമിലി മെമ്പേഴ്സ്. ഇതാണ് നിയോ ലോക്കൽ ഫാമിലി. ഇനി അതുപോലെ അവങ്ക് ലോക്കൽ റെസിഡൻസ് എന്ന് പറയും. അത് മാട്രി ലോക്കൽ തന്നെയാണ്. കാരണം മാട്രി ലീനിയൽ സൊസൈറ്റിയിൽ അവർ ഹസ്ബൻഡിൻ്റെ അതായത് അമ്മയുടെ സഹോദരൻ്റെ വീട്ടിലാണ് പോയി താമസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദേ ലീവ് വിത്ത് ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് മാൻ, അങ്കിളിൻ്റെ കൂടെ താമസിക്കുന്നതിനെയാണ് അവങ്ക് ലോക്കൽ. അതായത് മാട്രി ലോക്കൽ സൊസൈറ്റിയിൽ അമ്മാവനാണ് മരുമക്കത്തായമായ സമൂഹത്തിൽ അങ്ങനെയായിരുന്നു. മരുമക്കൾ അതായത് പെങ്ങളുടെ മക്കളെയാണ് അമ്മാവൻ കൂടുതൽ സംരക്ഷിച്ചിരുന്നത്. കൂടുതലല്ല, അമ്മാവൻ സംരക്ഷിച്ചിരുന്നത്. ഇനി ബേസ്ഡ് ഓൺ ആൻസസ്ട്രി ഓർ ഡിസെൻറ്റ്, അതായത് ആരുടെ പിന്തുടർച്ച, താവഴിയാണ് അല്ലെങ്കിൽ വംശാവലിയാണ് പിന്തുടരുന്നത് എന്ന അടിസ്ഥാനത്തിൽ മാട്രി ലീനിയൽ, അമ്മയുടെ താവഴി, അമ്മയുടെ വംശാവലി പിന്തുടരുന്നു. വെൻ ആൻസസ്ട്രി ഓർ ഡിസെൻറ്റ് ഈസ് ട്രേസ്ഡ് ടു ദ ഫീമെയിൽ ലൈൻ ത്രൂ ദ മദേഴ്സ് സൈഡ്, ദ ഫാമിലി ഈസ് കോൾഡ് മാട്രി ലീനിയൽ ഫാമിലി, മാതൃതായ കുടുംബം. അതുപോലെ പിതൃതായ കുടുംബം പാട്രി ലീനിയൽ, അവിടെ ഡിസെൻറ്റ് പുരുഷൻ്റെയാണ്, താവഴിക്രമം അച്ഛൻ്റെ മുത്തച്ഛൻ്റെ പിന്തുടരുന്നു. എ ഫാമിലി ഇൻ വിച്ച് അതോറിറ്റീസ് ക്യാരി ഡൗൺ മെയിൽ ലൈൻ ആൻഡ് ഡിസെൻറ്റ് ഈസ് ട്രേസ്ഡ് ത്രൂ ദ മെയിൽ ലൈൻ ഈസ് ഓർ ഫാദേഴ്സ് സൈഡ് ഈസ് നോൺ ആസ് പാട്രി ലീനിയൽ. അപ്പോൾ ഡിസെൻറ്റ് ആൻസസ്ട്രി ട്രേസ്ഡ് ത്രൂ മെയിൽ ലൈൻ, അതാണ് പാട്രി ലീനിയൽ. അപ്പോൾ അതൊന്ന് ലീനിയൽ ലൈൻ ആയിട്ട് കണക്ട് ചെയ്ത് വെക്കുക, ലോക്കൽ റെസിഡൻ്റായിട്ട് കണക്ട് ചെയ്ത് വെക്കുക. ഇനി അതോറിറ്റി എന്ന് പറയുമ്പോൾ ആർക്കൽ എന്നുള്ള വാക്കാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ആർക്കൽ എന്ന് പറഞ്ഞാൽ മാട്രി ആർക്കൽ എന്ന് പറയുമ്പോൾ ഇവിടെ മാട്രി ലീനിയൽ സൊസൈറ്റിയിലാണ് അവിടെ സ്ത്രീക്ക് കൂടുതൽ അധികാരമുള്ളത്. മാട്രി ആർക്കൽ ഫാമിലി. ഇൻ ദിസ് ഫാമിലി എ വിമൻ ഈസ് ദ ഹെഡ് ഓഫ് ദ ഫാമിലി ആൻഡ് അതോറിറ്റീസ് വെസ്റ്റഡ് ഇൻ ഹെർ. അവളിലാണ് അധികാരം മുഴുവനുള്ളത്, അമ്മയിലൂടെയാണ്. അവിടെ ഹെഡ് ഓഫ് ദ ഫാമിലി സ്ത്രീയാണ്. പക്ഷേ അവിടെയുള്ള കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്നത് ഒരു പുരുഷനായിരിക്കും, അത് ആ സ്ത്രീയുടെ സഹോദരനായിരിക്കും. സക്സഷൻ ഓഫ് പ്രോപ്പർട്ടീസ് ത്രൂ ദ ഫീമെയിൽ ലൈൻ, അവിടെ നമ്മളുടെ പിന്തുടർച്ചാക്രമം, അതുപോലെ തന്നെ നമ്മുടെ സ്വത്ത്, ഇതെല്ലാം സ്ത്രീകളിലൂടെയാണ് കൈമാറ്റം ചെയ്യുന്നത്. ഓൺലി ഡോട്ടേഴ്സ് ഇൻഹെറിറ്റ് ദ പ്രോപ്പർട്ടി. ആഫ്റ്റർ മാരേജ് ദ ഹസ്ബൻഡ് റിസൈഡ് ഇൻ ദ വൈഫ്സ് ഹൗസ് ആൻഡ് ഡിസെൻറ്റ് ഇസ് ട്രേസ്ഡ് ത്രൂ ദ മദേഴ്സ് സൈഡ്. അമ്മയുടെ ആ ഒരു വംശാവലിയാണ് അല്ലെങ്കിൽ ആ ഒരു താവഴിക്രമമാണ് പിന്തുടരുന്നത്. ഇവിടെ കുട്ടികൾ അമ്മയുടെ വീട്ടിലാണ് വളരുന്നത്. ചിൽഡ്രൻ ആർ ബ്രോട്ട് അപ്പ് ഇൻ ദെയർ മദേഴ്സ് ഹൗസ്. അപ്പോൾ മാട്രിയാർക്കൽ ഫാമിലിയിൽ, മാട്രി ലീനിയൽ ഫാമിലിയിൽ അമ്മയുടെ വീട്ടിലാണ് കുഞ്ഞുങ്ങൾ വളരുന്നത്. അപ്പോൾ ഇതാണ് മാട്രി ലോക്കൽ സിസ്റ്റം. ഇനി മാട്രിയാർക്കൽ ഫാമിലി എവിടെയാണ് കാണുന്നത്? കൂടുതലും നമ്മളുടെ ഖാസി ആൻഡ് ഖാരോ, നായർ ഫാമിലി, ഇതൊക്കെയാണ് കണക്ട് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. ഓൺലി മാട്രി ലീനിയൽ സൊസൈറ്റിയിലാണ് അമ്മക്ക് അധികാരമുള്ളത്. വിച്ച് ആർ വെരി ലിമിറ്റഡ് ഇൻ നമ്പർ ഓൾ ഓവർ ദ വേൾഡ്. വളരെ കുറവാണ്. ഇവിടെ നമുക്ക് മെയിൻലി ഇന്ത്യ ഫോളോ ചെയ്യുന്നത് പാട്രി ആർക്കൽ സിസ്റ്റമാണ്, പാട്രി ലീനിയൽ സിസ്റ്റമാണ്. പക്ഷേ പല സ്ഥലങ്ങളിലും നമുക്ക് ഇന്ത്യയിൽ തന്നെ ചില സ്ഥലങ്ങളിൽ നമുക്ക് കാണാം ഖാസി ആൻഡ് ഖാരോ ട്രൈബ്സിലെ ഇന്ത്യയിലെ മാട്രിയാർക്കൽ സിസ്റ്റമാണ്. They are found in the part of Latin America, Ceylon, part of Africa and India. ഇന്ത്യയിൽ ഖാസി ആൻഡ് ഖാരോസ് ഇതെപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഇനി എന്താണ് പാട്രിയാർക്കൽ ഫാമിലി? പാട്രിയാർക്കൽ എന്ന് പറഞ്ഞാൽ, ആർക്കൽ എന്ന് ഞാൻ പറഞ്ഞു അധികാരം പിതാവിനെ. ആർ കോമൺലി ഫൗണ്ട് ഇൻ ഓൾ പാർട്ട് ഓഫ് ദ വേൾഡ്. ലോകത്ത് എല്ലാ സമൂഹത്തിലും കോമൺ ആയിട്ട് കാണുന്ന ഒരു സിസ്റ്റമാണ്
പുരുഷ മേധാവിത്വ സമൂഹം, പാട്രിയാർക്കൽ ഫാമിലി. സിൻസ് മോസ്റ്റ് സൊസൈറ്റീസ് ഇൻ ദ വേൾഡ് ആർ പാട്രിലീനിയൽ സൊസൈറ്റി, അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ പേര്, അച്ഛൻ്റെ വീട്ടുപേര് ഒക്കെയാണ് മക്കൾക്ക് ലഭ്യമാകുന്നത്. ഇനി പാട്രിയാർക്കൽ ഫാമിലിയിൽ ഹെഡ് ആരായിരിക്കും? അച്ഛൻ തന്നെയായിരിക്കും, മെയിൽ മെമ്പർ ആയിരിക്കും. അതോറിറ്റി ഈസ് വെസ്റ്റഡ് ഇൻ ഹിം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ താവഴിക്ക് അനുസരിച്ച് പ്രോപ്പർട്ടിയും സ്വത്തും പേരും കുടുംബ പേരും എല്ലാം പാസ് ത്രൂ ദ മെയിൽ ലൈൻ. അതുകൊണ്ടാണ് പാട്രി ലീനിയൽ എന്ന് പറയുന്നത്. അവർ താമസിക്കുന്നത് പിതാവിൻ്റെ ഗൃഹത്തിലായതുകൊണ്ട് പാട്രി ലോക്കൽ എന്നും പറയും. അധികാരം അച്ഛനായതുകൊണ്ട് പാട്രി ആർക്കൽ എന്നും പറയും. അപ്പോൾ ഈ പേരുകൾ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. ആൻഡ് ചിൽഡ്രൻ ആർ ബ്രോട്ട് അപ്പ് ഇൻ ഫാദേഴ്സ് ഹൗസ്. സച്ച് ഫാമിലീസ് ആർ പാട്രി ലോക്കൽ ഇൻ നേച്ചർ. കൺഫ്യൂഷൻ ആകരുത് കേട്ടോ. ഇതിപ്പോൾ ഓരോന്നും അനുസരിച്ച് ലോക്കൽ എന്ന് പറയുമ്പോൾ വീട്, ആർക്കൽ എന്ന് പറഞ്ഞാൽ അധികാരം, ലീനിയൽ എന്ന് പറഞ്ഞാൽ താവഴിക്രമം, ഡിസെൻറ്റ്. ഇതൊന്നും ഓർത്ത് വെച്ചാൽ മതി. ഇനി അടുത്തത് ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഫോം ചെയ്യുന്ന കുടുംബം, ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് റിലേഷൻ. കഞ്ചുകൽ ഫാമിലി. കഞ്ചുകൽ എന്ന് പറഞ്ഞാൽ മാരിറ്റൽ റിലേഷനാണ്. അതിനെ നമ്മൾ അഫിനൽ റിലേഷൻ എന്നും പറയും. അഫിനൽ എന്ന് പറയുമ്പോൾ കഞ്ചുകൽ ഫാമിലി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് അഡൽട്സ് എമംഗ് ഹൂം ദെയർ ഇസ് എ സെക്ഷുവൽ റിലേഷൻഷിപ്പ്. ഇപ്പോൾ വിവാഹബന്ധമാണ് പറയുന്നത്. ഇറ്റ് റെഫർ ടു ദ ഫാമിലി സിസ്റ്റം ഓഫ് സ്പൗസസ്, ജീവിത പങ്കാളികൾ, ആൻഡ് ദെയർ ഡിപ്പെൻഡൻറ്റ് ചിൽഡ്രൻ, അതായത് അവരെ ആശ്രയിച്ചിരിക്കുന്ന ചെറിയ മക്കൾ, വിവാഹിതരല്ലാത്ത മക്കൾ. അപ്പോൾ ഇതാണ് നമ്മൾ കഞ്ചുകൽ ഫാമിലി എന്ന് പറയുന്നത്. ദ എംഫസിസ് ഈസ് പ്ലേസ്ഡ് ഓൺ ദ മാരിറ്റൽ റിലേഷൻഷിപ്പ് ദാറ്റ് എക്സിസ്റ്റ് ബിറ്റ്വീൻ സ്പൗസസ്. അപ്പോൾ വിവാഹബന്ധത്തിലൂടെയാണ് അവരങ്ങനെ ഒരു കഞ്ചുകൽ റിലേഷൻ, ഫാമിലി രൂപീകരിക്കുന്നു. പക്ഷേ ഇന്ന് മോഡേൺ ടേമിൽ കഞ്ചുകൽ ഫാമിലി എന്ന് പറയുമ്പോൾ ഒരു സെക്ഷൽ റിലേഷൻഷിപ്പിന് വേണ്ടി ലിവിങ് ടുഗെദർ ആകുന്നുണ്ട്. അവിടെ മാരേജിന് യാതൊരു പ്രാധാന്യവും കൊടുക്കുന്നില്ല. അപ്പോൾ ഇൻ മോഡേൺ ടൈംസ് ദ ടേം കഞ്ചുകൽ ഫാമിലി ഈസ് ബീയിങ് യൂസ്ഡ് ഫോർ പാർട്ട്നേഴ്സ് who have a long-term sexual relationship but are not actually married. അതും നമുക്ക് പറയാം. ഇനി കോൺസാങ്ക്വൻ ഫാമിലി എന്ന് പറഞ്ഞാൽ രക്തബന്ധുത്വമുള്ള കുടുംബം. അത് മാട്രിലീനിയൽ സൊസൈറ്റിയിലാണ് അങ്ങനെയുള്ള ഒരു കുടുംബം കാണുന്നത്. അമ്മാവനും പെങ്ങളും പെങ്ങളുടെ മക്കളും ഇവരൊക്കെ രക്തബന്ധുക്കളാണ്. അപ്പോൾ കോൺസാങ്ക്വൻ ഫാമിലി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ദ മെമ്പേഴ്സ് എമംഗ് ഹൂം എ ബ്ലഡ് റിലേഷൻ എക്സിസ്റ്റ് ഓർ ദോസ് ഹൂ ആർ കൺജുനിയൽ കിൻ, അതായത് രക്തബന്ധമുള്ള ആളുകൾ. ഫാമിലി കൺസിസ്റ്റിംഗ് ഓഫ് പാരൻറ്റ്, അത് പാരൻസ് ഉണ്ടാവണമെന്നില്ല, പാരൻ്റ് ഒരാളെ ഉണ്ടാകത്തുള്ളൂ. ഇപ്പോൾ ഇവിടെ അമ്മയുടെ മക്കൾ, അമ്മയുടെ സഹോദരൻ, ആൻഡ് ചിൽഡ്രൻ ഓർ സിബ്ലിങ്സ്, ഇതൊക്കെ അടങ്ങുന്ന ഫാമിലിയാണ്. ഇത് മാതൃദായ ക്രമമുള്ള അല്ലെങ്കിൽ മാട്രി ആർക്കൽ ഫാമിലിയിലാണ് കൺജുഗൽ ഫാമിലി, കോൺസാങ്ക്വിനൽ ഫാമിലി ഉള്ളത്. ഇനി ബേസ്ഡ് ഓൺ സ്റ്റേറ്റ് ആൻഡ് സ്ട്രക്ചർ, അതായത് ഘടനയുടെയും അവസ്ഥയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാം മൂന്നായി തരംതിരിക്കാം. ന്യൂക്ലിയർ ഫാമിലി, ജോയിൻറ്റ് ഫാമിലി, എക്സ്റ്റെൻഡഡ് ഫാമിലി. ന്യൂക്ലിയർ ഫാമിലി എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഒരു ഗ്രൂപ്പാണ്. ഭർത്താവ്, ഭാര്യ, അവരുടെ അവിവാഹിതരായ മക്കൾ, അപ്പോൾ ഹസ്ബൻഡ്, വൈഫ് ആൻഡ് ചിൽഡ്രൻ. ഇതാണ് ഒരു ചെറിയ അണുകുടുംബം എന്ന് പറയുന്നത്. അത് വളരെ ഓട്ടോണമസ് യൂണിറ്റാണ്, ആരുടെയും കൺട്രോളിലല്ല. അപ്പോൾ മുതിർന്ന ആളുകളുടെ ഒന്നും കൺട്രോളില്ല. അച്ഛനും അമ്മയും കുഞ്ഞുങ്ങളും എല്ലാവർക്കും ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. അച്ഛൻ്റെ അമ്മയുടെയും കൺട്രോൾ മക്കളിൽ തീർച്ചയായിട്ടും ഉണ്ടാവും, എങ്കിലും അവർക്ക് കുറച്ചൊക്കെ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും അഭിപ്രായം പറയാനൊക്കെ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 ജനറേഷൻ. ഇപ്പോൾ 2 ജനറേഷനേ ഉണ്ടാവുള്ളൂ. അച്ഛനും അമ്മയും എന്നുള്ളത് ഒരു ജനറേഷൻ പെടുന്നു, അവരുടെ മക്കളെന്ന് പറയുന്നത് അടുത്ത ജനറേഷൻ. ഇൻ ഓൾ മോഡേൺ സൊസൈറ്റീസ് ദ ന്യൂക്ലിയർ ഫാമിലി ഈസ് ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഫാമിലി. ഇന്ന് ഏറ്റവും കൂടുതൽ ഒരു കോമൺ ആയിട്ട് കാണുന്നത് ന്യൂക്ലിയർ ഫാമിലിയാണ്. പക്ഷേ എക്സ്റ്റെൻഡഡ് ഫാമിലി വരുമ്പോഴും നമുക്കറിയാം, എക്സ്റ്റെൻഡഡ് ഫാമിലി എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ അച്ഛനും അമ്മയും മക്കളും മാത്രമല്ല, ചിലപ്പോൾ അച്ഛൻ്റെ അമ്മയും അച്ഛനും കൂടെ ഉണ്ടാവും, അല്ലെങ്കിൽ അച്ഛൻ്റെ ഏതെങ്കിലും ഒരു സഹോദരനോ ഒക്കെ കൂടെ ഉണ്ടാവും. അങ്ങനെയുള്ളതിനേക്ക് നമ്മൾ എക്സ്റ്റെൻഡഡ് ഫാമിലി എന്ന് പറയും. അത് നമുക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് നോട്ട്സ്, അപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പം ജോയിൻറ്റ് ഫാമിലി എന്ന് പറഞ്ഞാൽ കുറച്ച് വ്യത്യസ്തമാണ്. ഇന്ന് ജോയിൻറ്റ് ഫാമിലി ഇല്ല, തികച്ചും വളരെ കുറച്ച് മാത്രമേ ജോയിൻറ്റ് ഫാമിലി കാണാൻ പറ്റുന്നുള്ളൂ. ഇന്ന് നമ്മൾ കൂട്ടുകുടുംബം എന്ന് പറയുമ്പോൾ അത് ആക്ച്വലി കൂട്ടുകുടുംബമല്ല, അത് എക്സ്റ്റെൻഡഡ് കുടുംബമാണ്. ജോയിൻറ്റ് ഫാമിലി എന്ന് പറയുമ്പോൾ 3 ജനറേഷനെങ്കിലും ഉണ്ടായിരിക്കും. അതായത് മുത്തച്ഛൻ്റെ
ജനറേഷൻ, മുത്തശ്ശൻ്റെ ഭാര്യ, അവരുടെ സഹോദരങ്ങൾ, അവരുടെ ഭാര്യമാർ, അവരുടെ ആ ഒരു ജനറേഷൻ. അത് കഴിഞ്ഞ് നിങ്ങളുടെ അച്ഛൻ്റെ തലമുറ എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ സഹോദരങ്ങൾ, അവരെല്ലാവരും. അത് കഴിഞ്ഞ് മക്കളുടെ തലമുറ, അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും ഉണ്ടായിരിക്കും മക്കളുടെ തലമുറ. അപ്പോൾ 3 ജനറേഷനെങ്കിലും ഉണ്ടായിരിക്കണം ലിവിങ് ടുഗെദർ അണ്ടർ ദ സെയിം റൂഫ്. ഒരു വീട്ടിലായിരിക്കണം താമസിക്കുന്നത്, അല്ലാതെ പല വീടുകളിൽ താമസിക്കുന്നതിനെ കൂട്ടുകുടുംബമൊന്നും നമ്മൾ പറയുന്നില്ല. ഷെയറിങ് സെയിം കിച്ചൺ. മറ്റൊരു പ്രത്യേകത, ഒരു അടുക്കളയിൽ പാകം ചെയ്ത ഭക്ഷണമായിരിക്കണം ഇത്രയും വലിയ കുടുംബാംഗങ്ങൾ കഴിക്കുന്നത്. ആൻഡ് പേഴ്സ് ഓർ എക്കണോമിക് എക്സ്പെൻസ്, അവരുടെ ചിലവ്, പൊതുവായ ഒരു ചിലവ്, അതായത് ഒരു കാരണവരോ ഒരു കർത്ത, ഒരു ഹെഡ് മാനേജർ ഉണ്ടായിരിക്കും. അദ്ദേഹമാണ് എല്ലാ കാര്യങ്ങളും പണം ചെലവഴിക്കുന്നത്. ഇറ്റ് ഈസ് എ ഫാമിലി കൺസിസ്റ്റിംഗ് ഓഫ് 3 ന്യൂക്ലിയർ ഫാമിലി ലിവിങ് ടുഗദർ. ഇപ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 3 ന്യൂക്ലിയർ ഫാമിലി ഒന്നിച്ച് താമസിക്കുന്നതും നമുക്ക് വേണമെങ്കിൽ ഒരു കൂട്ടുകുടുംബം എന്ന് പറയാം. അക്കോർഡിംഗ് ടു ഐരാവതി കാവെ, ഇതാണ് കറക്റ്റ് ഒരു ജോയിൻറ്റ് ഫാമിലിയുടെ ഡെഫിനിഷൻ. നന്നായിട്ട് പഠിച്ചു വെക്കണം. എ ജോയിൻറ്റ് ഫാമിലി ഈസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹൂ ജനറലി ലീവ് അണ്ടർ ദ സെയിം റൂഫ്. അതാണ് ഫസ്റ്റ് പോയിൻ്റ്. ഹൂ ഈറ്റ് ഫുഡ് കുക്ക്ഡ് അറ്റ് വൺ ഹാർത്ത് എന്ന് പറഞ്ഞാൽ കിച്ചനാണ്. അവർ ഒരു അടുക്കളയിൽ പാകം ചെയ്ത ഭക്ഷണം കഴിക്കുന്നു. ഹൂ ഹോൾഡ് പ്രോപ്പർട്ടി ഇൻ കോമൺ, അവർ സ്വത്ത് പൊതുവായി കൈവശം വെക്കുന്നു. സ്വത്ത് അവരുടെയാണോ എന്ന് ചോദിച്ചാലാണ്, എന്നാൽ അവർക്ക് എന്തെങ്കിലും അത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഇല്ല. അവർക്കതിന് പണിയെടുക്കാനേ പറ്റുള്ളൂ. ഇപ്പോൾ കൃഷിയിടമാണെങ്കിൽ അതിലെല്ലാവർക്കും കൂടി പണിയെടുക്കാം. അതിൻ്റെ പണം കൈവശം വരുന്നത് കാരണവരുടെ കയ്യിൽ മാത്രം. കാരണവർ അതെല്ലാവർക്കും വേണ്ടി ചെലവഴിക്കുന്നു. അപ്പോൾ ഹൂ ഹോൾഡ് പ്രോപ്പർട്ടി ഇൻ കോമൺ ആൻഡ് ഹൂ പാർട്ടിസിപ്പേറ്റ് ഇൻ കോമൺ ഫാമിലി വേർഷിപ്പ്, അവർക്കൊരു പൊതുവായ കുലദേവത ഉണ്ടായിരിക്കും, ചിലപ്പോൾ ക്ഷേത്രമുണ്ടായിരിക്കും. അതുപോലെ ആ ക്ഷേത്രത്തിൽ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ആൻഡ് ആർ റിലേറ്റഡ് ടു ഈച്ച് അതർ ആസ് സം പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് കിൻഡ്രഡ്. അവർ തമ്മിലുള്ള ബന്ധം, എന്തെങ്കിലും തരത്തിലുള്ളൊരു ബന്ധം, വിവാഹബന്ധമോ രക്തബന്ധമോ ഒക്കെ ഉണ്ടായിരിക്കും. ഇതാണ് കൂട്ടുകുടുംബം. ഇനി എക്സ്റ്റെൻഡഡ് ഫാമിലിയാണ് ഇന്ന് നമ്മൾ കാണുന്ന കൂട്ടുകുടുംബം എന്ന് വിളിക്കുന്ന കുടുംബം. അവിടെ നമ്മുടെ വീട്ടിലൊക്കെ മക്കൾ, അച്ഛനമ്മമാർ, അവരുടെ കൂടെ അച്ഛൻ്റെ ഫാമിലിയാണ് കൂടെയുള്ളത്, അമ്മയുടെ ഫാമിലിയല്ല. അമ്മയുടെ ഫാമിലി അമ്മയുടെ വീട്ടിലായിരിക്കും. അച്ഛൻ്റെ ഫാമിലി എന്ന് പറയുമ്പോൾ അച്ഛൻ, അച്ഛമ്മ, അല്ലെങ്കിൽ അച്ഛൻ്റെ സഹോദരൻ്റെ മക്കൾ, അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എക്സ്റ്റെൻഡഡ് ഫാമിലി. അതൊരു വശം മാത്രമേ ഉള്ളൂ. അമ്മയുടെ ഫാമിലി നമ്മുടെ ഒപ്പം ഇല്ല. അപ്പോൾ ഹസ്ബൻഡ്, വൈഫ്, ദെയർ ചിൽഡ്രൻ ആൻഡ് ദ റിലേറ്റീവ് ഓഫ് വൺ സ്പൗസ് ലിവിങ് ടുഗെദർ, ഇതിനെയാണ് നമ്മൾ എക്സ്റ്റെൻഡഡ് ഫാമിലി എന്ന് പറയുന്നത്. An extended family is a family structure that consists of 2 or more adults that are from different generations of the same family who maintain a household together. ഒന്നിച്ച് താമസിക്കുന്നു. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പോൺസിബിലിറ്റി ഷെയർ ചെയ്യും. അവിടെ നമുക്ക് ചിലപ്പോൾ ഒരു കോമൺ എക്കണോമിക് ക്യാരി ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ എക്കണോമിക്, അതായത് കോമൺ പേഴ്സ് ഉണ്ടായിരിക്കില്ല എന്നർത്ഥം. ഓരോരുത്തരും അവനവൻ്റെ രീതിയിൽ പണം ചെലവഴിക്കും. ദ സ്ട്രക്ചർ ഓഫ് ആൻ എക്സ്റ്റെൻഡഡ് ഫാമിലി ക്യാൻ ഇൻക്ലൂഡ്, ആരൊക്കെയായിരിക്കും? ഗ്രാൻഡ് പാരൻസ്, ആൻറ്റി, അങ്കിൾസ്, കസിൻസ് ആൻഡ് ഈവൻ ഗ്രേറ്റ് ഗ്രാൻഡ് പാരൻസ് ഉണ്ടായിരിക്കും, ഗ്രേറ്റ് ആൻറ്റീസ് ഉണ്ടായിരിക്കും, ഗ്രേറ്റ് അങ്കിൾസ് ഉണ്ടായിരിക്കും, ആൻഡ് ഗ്രേറ്റ് കസിൻസ്. ഇതൊക്കെ ചേരുന്നതാണ് ഒരു എക്സ്റ്റെൻഡഡ് ഫാമിലി എന്ന് പറയുന്നത്. ഇനി അടുത്തത് ജോയിൻറ്റ് ഫാമിലിയാണ്. അത് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടി വരും. ജോയിൻറ്റ് ഫാമിലി, അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും, അതുപോലെ ന്യൂക്ലിയർ ഫാമിലിയുടെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും അത് അടുത്ത ക്ലാസ്സിലിടാം. താങ്ക് യു.